ഗുഡ് മോർണിംഗ് മദർ. ഗോഡ് ഗ്രേസ് ബി വിത്ത് യു. ജയനെ കാണാത്തതുകൊണ്ട് ഞാൻ അങ്ങോട്ട് വരണമെന്ന് വിചാരിച്ചതാണ്. സോറി മദർ, ഞാൻ സ്ഥലത്തില്ലായിരുന്നു. ഓ, ഇത് പതിവിലും കൂടുതലുണ്ടല്ലോ. ഗോഡ് ബ്ലെസ് യു. അടുത്ത മാസം ഇവിടുത്തെ 2 കുട്ടികളുടെ വിവാഹമാണെന്ന് ജ്യോതി പറഞ്ഞു. അതുകൊണ്ട് ലേശം കൂട്ടിയെന്ന് മാത്രം. ജ്യോതി ഇന്നലെ ഇവിടെ വന്നിരുന്നു. അവളുടെ വക അവളും തന്നിട്ട് പോയി. ഓഹോ, ഞാൻ വരട്ടെ മദർ, അല്പം തിരക്കുണ്ട്. ജയൻ, ഒരു കാര്യം അറിയണമെന്നുണ്ട്. ഐ ഹേർഡ് എ ന്യൂസ് അബൌട്ട് യു. നല്ലവനായ ജയന് ഇത് വേണോ? അത് തെറ്റല്ലേ? സ്മഗ്ലിംഗ് ഒരു തെറ്റായി ഞാൻ കരുതുന്നില്ല. ഞാൻ ആരെയും കൊള്ളയടിക്കുന്നില്ല, വഞ്ചിക്കുന്നില്ല. നിയമത്തിന്റെ മുന്നിൽ ഞാനൊരു കുറ്റവാളിയായിരിക്കാം, പക്ഷേ എന്റെ മനസ്സാക്ഷിയുടെ മുമ്പിൽ അല്ല. ഇറങ്ങി ഓടിക്കൂ. മിടുക്കൻ ജീവനോടെ കിട്ടിയില്ലെങ്കിൽ ആരെ കൊല്ലാമായിരുന്നില്ലേ? അവന് വെടിയേറ്റു എന്നുള്ളത് ഉറപ്പാ. ഞങ്ങൾ അവിടെ മുഴുവൻ പരതി നോക്കി. Enjoy. All of you enjoy. എന്താ അത്ര ചിരിക്കാൻ? അല്ല, ടിവിയിൽ ദീപശിഖയുമായി ഓടി വരുന്ന ഓർമ്മ വന്നു. വലിയ തമാശ. ഞാനതെ. പതുക്കെ. എന്താ സ്പീഡ് ഇഷ്ടമല്ലേ? അല്ല. ഒരു സ്പീഡും കൊച്ചു വർദ്ധനം തുടങ്ങി ഞാൻ വണ്ടി നടത്തി ചാടും. എന്റെ പൊന്നെ ചതിക്കല്ലേ, ചേട്ടന്റെ അസ്ഥി പോലും വെച്ചേക്കില്ല. അത് ശരി, അപ്പൊ ഞാൻ മരിച്ചോട്ടെ അല്ലേ? അയ്യോ, അത് വേണ്ട. ഞാൻ മരിച്ചിട്ട് എന്റെ ജോലി മരിക്കണം. എന്താ ഇനിയിപ്പം ചേട്ടനും അനിയത്തിയും കൂടെ യുദ്ധം നടക്കുമല്ലോ. മധ്യസ്ഥം പറയാൻ ആള് വേണ്ടേ? ഞാനും വരാം. വേണ്ട, എക്സാം അല്ലേ, പോയിരുന്നു വല്ലതും വായിക്കാൻ നോക്ക്. യെസ് യുവർ ഓണർ. Naughty guy. Bye. Bye. ഗുഡ് മോർണിംഗ് ജ്യോതി. ഇന്നലെ രാത്രിയിൽ ഗുഡ് നൈറ്റ് പറഞ്ഞു കഴിഞ്ഞില്ല.
രാത്രി മുഴുവൻ എവിടെ പോയിരുന്നു? ഞാൻ ഇവിടെ ഒറ്റയ്ക്കാണെന്ന് ചേട്ടന് അറിയില്ലേ? അറിയാഞ്ഞിട്ടല്ല. പിന്നെ എന്താ ചേട്ടാ? ഒന്നുമില്ല. ഒന്നുമില്ലേ? എന്റെ അടുത്തും കള്ളം പറയാൻ തുടങ്ങിയോ? എന്താ ഇത്? സത്യം പറയൂ. ഒന്നുമില്ല, ചെറിയൊരു ആക്സിഡന്റ്. അഡ്വക്കേറ്റ് നരേന്ദ്രൻ ഹിയർ. ഗുഡ് മോർണിംഗ് ജ്യോതി. എന്താ പതിവില്ലാതെ കാലത്തെ ഫോൺ? സന്തോഷവർത്തമാനം വല്ലതും ആണോടി കൊച്ചേ? കല്യാണം ഉറപ്പിച്ചോ? നിസ്സാര കാര്യത്തിനൊക്കെ ഇങ്ങനെ ചൂടായാലോ? അവൻ ഉറക്കമൊഴിയുന്നതും കഷ്ടപ്പെടുന്നതും എല്ലാം നിനക്ക് വേണ്ടിയല്ലേ? ഞാനിപ്പോ വന്ന് അവനോട് എന്തു പറയാനാ? അത്രയ്ക്ക് എന്താ കൊച്ചേ സീരിയസ്? നീ നിന്റെ ഒരു ചേട്ടനും. ഓ റിയലി? ഞാനിതാ വരുന്നു. ആവശ്യത്തിലധികം സമ്പാദിച്ചല്ലോ, ഇനി ഇതങ്ങ് ഉപേക്ഷിക്കരുത്. അതങ്ങനെ പെട്ടെന്ന് ഉപേക്ഷിക്കും? എത്ര നാളത്തെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടുമായി ഇതിന്റെ പിന്നിലുള്ളത്. എന്റെ ഇത്രയും നാളത്തെ സമ്പാദ്യമാണ് അവൻ ഒറ്റയടിക്ക് തട്ടിയെടുത്തത്. അതും സഹിച്ച് പേടിച്ചിരിക്കാൻ എന്നെ കിട്ടില്ല. പിന്നെ എന്തോന്ന് ചെയ്യാനാ ഭാവം? നഷ്ടപ്പെട്ടതും അതിന്റെ ഇരട്ടിയും ഞാൻ തിരിച്ചു പിടിക്കും. ജയൻ ആരാണെന്ന് അവൻ അറിയും. ജീവൻ പണയം വെച്ചുള്ള കളിയായത്. ചേട്ടൻ ഞാനൊന്ന് പറയട്ടെ? വേണ്ട, ഇക്കാര്യത്തിൽ ആരുടെ ഉപദേശം എനിക്ക് വേണ്ട. ഓഹോ, പിന്നെന്തിനാ എന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്? ആര് വിളിപ്പിച്ചു? ഇവളുടെ പണിയല്ലേ. ദേ, കേസില്ല വക്കീലന്മാരോട് സംസാരിക്കുന്ന പോലെ എന്നോട് സംസാരിക്കരുത്. തന്റെ കാശൊന്നും കണ്ടോണ്ട് വന്നവനല്ല ഈ നരേന്ദ്രൻ. അറിയാമേ അറിയാമേ. എന്നിട്ടും നിനക്ക് വേണ്ടി ഞാൻ വാദിക്കുന്നത് നിന്റെ ചില നല്ല ഗുണങ്ങൾ കണ്ടിട്ടാ. കിട്ടുന്ന കാശ് മുഴുവൻ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ചെലവാക്കാനുള്ള നിന്റെ സന്മനസ്. കാലത്തെ വന്നിരുന്ന് പോച്ചയടിക്കാതിരാ വക്കീലേ. ഐ ആം ടോക്കിംഗ് സീരിയസ്ലി. ശരി, നീ സീരിയസ് ആണെങ്കിൽ ഞാനും സീരിയസ്. പറ കേക്കട്ടെ. കക്കാൻ വരുന്നത് കാളിംഗ് ബില്ല് അടിച്ചിട്ടാണോടാ മമ്മ? അയ്യോ എന്റെ ആശാന് വിവരമില്ലല്ലോ. നമ്മുടെ സാധാരണ കളവല്ല, മുഖം മൂടിക്കൊള്ള. എന്തിനാടാ ഈ തണ്ടടേ? ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്. നാട്ടുകാരെ മുഴുവൻ വിളിച്ചെഴുന്നേപ്പിച്ചിട്ടാണോടാ ഈ മുഖം മൂടിക്കൊള്ള? എന്റെ പൊന്നാശാനെ, ഈ വീട്ടിൽ ഒരു തന്റെ മോള് മാത്രമേ ഉള്ളൂ. ഉറപ്പാണോ? ഉറപ്പാണ്. എങ്കിൽ ഞാൻ ബെല്ലടിക്കും. ചാക്കടിക്കോ? ഒച്ച വെച്ചാൽ മണ്ട വിളക്കും. ഈ മണ്ട വിളക്കാൻ വളരെ ഈസിയാണ്. കുത്തി കുടലുമാണ്. നിങ്ങളാരാ? താൻ ആള് കൊള്ളാമല്ലോടു. പേരും അഡ്രസ്സും ജാതകവും പറഞ്ഞിട്ട് ആരെങ്കിലും മോഷ്ടിക്കാൻ വരുമോടു? തേങ്ങാത്തലയാ. മുഖം മൂടി കൊള്ളക്കാരെ പറ്റി പത്രത്തിൽ വായിച്ചിട്ടില്ലേ? അദ്ദേഹമാണ് ഇദ്ദേഹം, ടൊർണാഡോ കേശവൻ. തന്റെ മോളെ വിളിക്ക്, വേഗം വേണം. പേടിച്ചു പോയി. വാ. ഇത് നിന്റെ മോള്? എന്താ പേര്? സരോജിനി. എന്റെ പേര് കോവൈ തോമസ്. ഇതിന്റെ പേര് വാക്കിംഗ് സ്റ്റിക്ക്. ആശാനെ, നമ്മൾ ഇവിടെ വന്ന് ശൃംഗരിക്കാനോ കൊള്ളയടിക്കാനോ? ശൃംഗരിക്കാൻ. പൊന്നുംകുടം പോലുള്ള ഒരു പെണ്ണിനെ കണ്ടപ്പോ ഞാനങ്ങ് മറന്നുപോയി. മുടിക്കാം. മൊബൈൽ സ്വർണ്ണക്കട അടിക്കടി വേഗം. പയ്യ പറ, പേടിക്കും. അഴിക്കുമോളെ, ഇല്ലെങ്കിൽ കൊല്ലും. ഞാനാണെന്ന് അറിയാമോ? ആരാ? ആരാണ്? ഞാനാണ് ഒറിജിനൽ ടൊർണാഡോ കേശവൻ. എന്താ വിഷ്ണു കാട്ടുന്നേ? ചേട്ടൻ അങ്ങനെ കണ്ടുകൊണ്ട് വന്നാ? നമ്മുടെ കല്യാണത്തിന് ചേട്ടന്റെ പച്ചക്കൊടി കിട്ടിക്കഴിഞ്ഞു. പിന്നെ എന്തിനാ ചേട്ടനെ പേടിക്കണം? ആ കളി വേണ്ട. വേവോളം കാക്കാമെങ്കിൽ. 6 ഓളം കാക്കാനുള്ള ക്ഷമയില്ലെന്ന് വെച്ചോ?
അതുമല്ല, ഇത് ആറ്റി തണുപ്പിക്കേണ്ട കാര്യവുമല്ല. നല്ല ചൂടോടെ. അതിന് എന്നെ കിട്ടില്ല. അതൊക്കെ കല്യാണം കഴിഞ്ഞിട്ട്. കല്യാണക്കാര്യം പറയാൻ തന്നെ ഞാനും വന്നത്. എന്നാലേ എന്റെ പൊന്നു മോൻ നല്ല കുട്ടിയായിട്ട് ഹോളി പോയിരുന്നല്ലേ. I'm ready. You are beautiful. മുഖസ്തുതി പിന്നെ ആദ്യം വന്ന കാര്യം പറയൂ. എക്സാം കഴിഞ്ഞു. പാസ്സാവോന്നും അറിയാം. ചുരുക്കത്തിൽ വിഷ്ണു കെമിക്കൽ എഞ്ചിനീയറായി. ഇനിയെങ്കിലും സ്വന്തം കാലിൽ നിൽക്കണം. എല്ലാത്തിനും നിന്റെ ചേട്ടനെ ആശ്രയിക്കരുത്. നല്ലൊരു ജോലിക്ക് വേണ്ടി ശ്രമിക്ക്. നക്കാപ്പിച്ച ശമ്പളം കിട്ടും, അതിന് ഞാനില്ല. പിന്നെന്താ വിഷ്ണുവിന്റെ പ്ലാൻ? സ്വന്തമായി ഒരു കെമിക്കൽ ഫാക്ടറി ആരംഭിക്കണം. അതിന് ചേട്ടനോട് പറഞ്ഞ് പണം വാങ്ങണം. വാങ്ങാം. യു ആർ എ ഡാർലിംഗ്. ഈ കൊഞ്ചലൊന്നും വേണ്ട. എത്ര വേണ്ടി വരും? ഫസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് ഒരു 2 lakhs. ബാക്കി ലോണും സബ്സിഡിയും. ഓക്കെ ഓക്കെ. നൗ ലെറ്റ്സ് ഗോ ഔട്ട്. ഹോളണ്ടിൽ നിന്ന് ഗജരാജനായി ഒരു കൊറിയർ വരുന്നുണ്ട്, ഒരു ഡയമണ്ടുമായി. നീ എങ്ങനെ അറിഞ്ഞു? കസ്റ്റംസിൽ നിന്ന് കിട്ടിയ വിവരമാണ്. പ്രിവന്റീവ് ഓഫീസർ ചന്ദ്രൻ പറഞ്ഞു. ഹോളണ്ടിൽ നിന്നാണെങ്കിൽ വില കൂടിയ കല്ലുകളായിരിക്കും. അതെ സർ, 2 കോടി മതിപ്പുള്ള രത്നം. കൊറിയർ ഒരു വെള്ളക്കാരിയാണ്. ഗ്രീൻ ചാനലിലൂടെ കസ്റ്റംസ് ക്ലിയറൻസിന് ഏർപ്പാട് ചെയ്തു കഴിഞ്ഞു. എന്നാ വരുന്നത്? അടുത്ത തിങ്കളാഴ്ച. ഓക്കെ, ചന്ദ്രനെ ഞാൻ കണ്ടോളാമെന്ന് പറയും. ശരി സർ.
Then tell me, where is the diamond? ഇനി പരിശോധിക്കാൻ ഒരു ഇടവുമില്ല സാർ. കിളവിയാള് ഭയങ്കരിയാ. എത്ര ചോദിച്ചിട്ട് പറയുന്നില്ല. അത് ഇവള് തത്ത പറയുന്നത് പോലെ പറയും. ഇപ്പൊ കണ്ടോ? A nice beauty treatment. Don't do it. I will tell her the diamond. Then tell me. Call a lady. I will tell her. Kelly, don't try to cheat me. സാറിന് കാര്യം മനസ്സിലായില്ലേ? നമ്മളോട് പറയാൻ പറ്റാത്ത വിധത്തിലാണ് മറാം. നീ പോയി ട്രീസിയെ വിളിച്ചോണ്ട് വാ. Come on. 2 കോടി വിലയുള്ള രത്നം. ഇതോടെ മഹാരാജ രത്നസിംഹുമായുള്ള നമ്മുടെ ബന്ധം തകരും. അടുത്ത മാസമല്ലേ അദ്ദേഹത്തിന്റെ മകളുടെ കല്യാണം? വിവാഹമോതിരത്തിനുള്ള കല്ലായിരുന്നത്. അത് കൊടുക്കാമെന്ന് ഞാൻ ഏറ്റിരുന്നതാണ്. സിംഗ് ഇണങ്ങിയാ നക്കിക്കൊല്ലും, പിണങ്ങിയാ കുത്തിക്കൊല്ലും. സിംഗ്ജിയെ പിണക്കുന്ന പ്രശ്നമേ ഇല്ല. എന്തു ചെയ്തും കല്ല് സമയത്തിന് അദ്ദേഹത്തിന് എത്തിച്ചു കൊടുക്കണം. അതിനെന്താണ് ഒരു വഴി? ജയൻ കൈക്കലാക്കിയത് കനകക്കട്ടയല്ല, കനൽക്കട്ടയാണെന്ന് അവൻ മനസ്സിലാക്കണം. അവരെവിടെ? അടുത്ത മുറിയിലുണ്ട് സാർ. അനാവശ്യമായി ഉപദ്രവിക്കരുത്. അവരെ ബോംബെയിൽ എത്തിക്കാനുള്ള ഏർപ്പാട് ചെയ്യണം. ഈ ഒരു ട്രിപ്പിന് 2 ലക്ഷം രൂപയാണ് മദാമയുടെ ഫീസ്. അത് മാത്രമല്ല, അവർക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തു കൊടുക്കണം. ശരി സാർ.